ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തട്ടിച്ചവർക്കെതിരായ നടപടി തുടരുന്നു. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാർക്കാണ് പണം തിരികെ അടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത്. എറണാകുളം NCC ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയെപ്പറ്റി അന്വേഷിക്കുമെന്ന് മന്ത്രി ബിന്ദു. സംഭവം അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് മനു ഭാക്കറിന്റെ പേര് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ പ്രതികരിച്ച ഇന്ത്യൻ ഷൂട്ടർ മനു ഭാക്കർ അവാർഡുകൾ പ്രചോദനം നൽകുന്നതാണെന്നും അത് തന്റെ അത്യാധിക ലക്ഷ്യമല്ലെന്നും മനു ഭാക്കർ വ്യക്തമാക്കി. കോഴിക്കോട് DNO ഓഫീസിൽ രണ്ടാം ദിനവും നാടകീയ രംഗങ്ങൾ തുടരുന്നു. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ നിലവിലെ DMO രണ്ടാം ദിവസവും തയ്യാറായില്ല. സ്ഥലം മാറ്റത്തിൽ കോഴിക്കോട് DMO രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയിരുന്നു. 2024 MBBS കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ ട്രേ വേക്കൻസി അലോട്ട്മെന്റ് റൗണ്ട് 3 പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.key.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അണ്ടർ-23 ക്രിക്കറ്റ് സ്റ്റേറ്റ് പുരുഷ ട്രോഫിയിൽ കേരളത്തെ തോൽപ്പിച്ച് ഹരിയാന. 10 വിക്കറ്റിനായിരുന്നു ഹരിയാനയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 27ാം ഓവറിൽ വെറും 80 റൺസിന് പുറത്താവുകയായിരുന്നു. കൂടുതലിടങ്ങളിലേക്ക് സമരം വ്യാപിപ്പിച്ച് സ്റ്റാർബക്സിലെ ജീവനക്കാർ. ന്യൂജേഴ്സി, ന്യൂയോർക്ക്, ചിക്കാഗോ, സിയാറ്റിൽ എന്നിവിടങ്ങളിലാണ് ആദ്യം സമരം തുടങ്ങിയത്. പിന്നീട് മറ്റ് നഗരങ്ങളിലേക്ക് സമരം വ്യാപിക്കുകയായിരുന്നു. വേതന വർധന ഉൾപ്പെടെ ഉന്നയിച്ചാണ് സമരം. വെസ്റ്റ് ഇൻഡീസ് വനിതകൾക്കെതിരെയായ ക്രിക്കറ്റിൽ 358 വിജയ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ വനിതകൾ. ടോസ് നേടി ആദ്യം ബാറ്റിനെത്തിയ ഹർലി ഡിയോളിന്റെ 103 പന്തിൽ 112 സെഞ്ചുറിയാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.